കൈവള്ളി പാല് വീഴുന്നു. അയ്യോ അത് തിളച്ചപ്പോ ഓഫീസിലായിരുന്നോ? ഓടി അവിടെ ഞാൻ മറന്നുപോയി. വെള്ളമൊഴിച്ചാ തീറും. വെന്തിട്ടൊന്നുമില്ല. എല്ല് മാത്രമല്ല കുടല് വരെ ഉരുക്കിട്ടോ. പേസ്റ്റ് എടുത്തിട്ടോ പോയി. അയ്യോ അമ്മ എടുത്ത് വൈകടി, എടുത്ത് വൈകിനെ പുറത്തെടുത്ത് പുറത്ത് വൈകടി. താഴെ പതുക്കെ എടുത്ത് വൈ. അയ്യോ അമ്മ ഞാൻ ഇങ്ങനെ ബാത്റൂമിൽ പോവും. പോണ്ടേ? ആശുപത്രി പോണോ? എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് അറിഞ്ഞൂടെ ആശുപത്രി പോണേ? ഇഞ്ചക്ഷൻ ഒന്നും എടുക്കില്ല. പിന്നെ എടുക്കൂല. ചെല്ലുമ്പം അറിയാം ചറവറ കുത്തു അവര്. ചിലപ്പോ ട്രിപ്പ് ഇടേണ്ടി വരുമായിരിക്കും. അയ്യോ നീറിനടി. അയ്യോ എനിക്ക് ബാത്റൂമിൽ പോണം. ഒന്ന് പോയിട്ടോ. നീ കൂടെ വാ. അയ്യോ നീറിന് കുറവുണ്ടോ? വീട്ടില് ഇല്ല, കുറവില്ല. ഞായറാഴ്ച കൊളായാലോ? എനിക്ക് എല്ലാ ദിവസവും കൊള്ളം തന്നെ. ഹലോ, ദലീന ഫ്രാൻസിന്റെ വീടല്ലേ? ഞാൻ കേശവ ബാലചന്ദ്രനാ. അലീന അവിടെ ഉണ്ടോ ആൻറ്റി? അലീനയ്ക്കൊന്ന് കൊടുക്കുവോ? ശരി. അലീന, ഞാനാ കേശവ്. പിന്നെ നിന്റെ ഫ്രണ്ട് ശിവാനി ഇല്ലേ? നീ എനിക്ക് തന്ന ഗിഫ്റ്റ് അവിടെ എടുത്ത് ചവിട്ടി കൂട്ടി. പിന്നെ അടിയായി, പ്രശ്നമായി. പിന്നെ അച്ഛൻ അവസാനം ഞങ്ങളുടെ രണ്ടും കൂടെ ഫ്രണ്ടാക്കി. പിന്നെ നിന്റെ അടുത്തും കൂട്ടുകൂടാൻ പറഞ്ഞിട്ടുണ്ട് ശിവാനിക്ക്. പിന്നെ പറ്റുമെങ്കിൽ നമുക്ക് നാളെ കാണാം കേട്ടോ. പിന്നെ ശിവ അറിയണ്ട, പണി കിട്ടും. നീ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നീ എന്തെയായിരുന്നു? ഞാൻ എന്തോ ചെയ്യേ. എന്താ ഒരു കള്ള ലക്ഷണം? ഒന്നുമില്ല, എനിക്ക് നിന്നെ കണ്ടറിയാം. കഴിക്കാനുള്ള വില മോഷ്ടിച്ച ഈ മൂത്രം ഒഴിക്കുമ്പോ ഇപ്പൊ കൊള്ളട്ടോ. ഷർട്ട് ഊരിയപ്പം കയറി ഉറങ്ങി നീർന്ന്. ഐസ് എടുത്തോണ്ടോ? ഐസ് വെക്കണ്ട, പേസ്റ്റ് ഇട്ടിരിക്കല്ലേ. ഞാൻ അപ്പോഴേ അറിഞ്ഞൂടാത്ത പണി എന്നെ കൊണ്ട് ചെയ്യിക്കരുതെന്ന്. അറിയുന്ന പണി ഏതാന്ന് പറ. കയ്യേ നീറിയിരിക്കണ്. എന്റെ മനസ്സ് കൂടെ നീറ്റാതെ, എന്റെ മനസ്സ് വിഷമിപ്പിക്കാതെ. നിനക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ആ കാര്യത്തില്. മര്യാദക്ക് ഇരിക്കമ്മേ, അച്ഛൻ്റെ കൈ കൊള്ളിയിരിക്കുന്നില്ലേ? അമ്മ മര്യാദക്ക് ഇരിക്കൂല. അമ്മ മര്യാദക്ക് ഇരിക്കണമെങ്കിൽ അച്ഛൻ്റെ ശവം കാണണം. അടങ്ങിയിരിക്കും ബാലു, ചുമ്മാ സെന്റി ഇറക്കല്ലേ. പ്ലീസ് വഴക്കുണ്ടാക്കല്ലേ. ദൈവമേ, എനിക്കെന്ത് ഈ വിധി? ഞാൻ അറിഞ്ഞുകൊണ്ട് ഈ കൈ കൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അച്ഛൻ ഈ കൈ കൊണ്ട് തന്നെയല്ലേ പലവരുടെയും TV റേഡിയോ ഒക്കെ കേടാക്കി. അവരുടെ ശാപം കാണും. സമ്മതിച്ച് തള്ളേരെ മോള് തന്നെ. കുട്ടു എവിടെയടി? അവനെ വിളിച്ച് പറ അളിയന്റെ കൈ പൊള്ളിയെന്ന്. അവൻ തെങ്കാശി പോയിരിക്കല്ലേ കൂട്ടുകാരൻ്റെ കൂടെ സ്ഥലം നോക്കാൻ. ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോ ഒരുത്തന്നുമില്ല. ഫോൺ ബെല്ലടിക്ക. എവിടെയാണ് ഈ ഫോൺ വെച്ചേക്കണത്? അല്ല, അവിടെ ഞാൻ എടുത്ത് വെച്ചതാ. ഇങ്ങോട്ടേ ആരാമേ? നോക്കട്ടെ. ഇത് സുഷമ്മയാ. ഹലോ, സുഷ്മേ. അതടുത്ത ഞായറാഴ്ചയല്ലേ? ഓർമ്മയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും വരും. ഇന്നെവിടെയും പോയില്ല. ഹസ്ബൻഡിൻ്റെ കൈ ഒന്ന് പൊള്ളി. കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് പൊള്ളിയിട്ടുള്ളൂ. പിന്നെ ഓർമ്മയുണ്ടാവും. വരാം. ഓക്കെ. ചെറുതായിട്ടേ പൊള്ളിയോളല്ലേ? പിന്നെ വലുതായിട്ട് പൊള്ളണായിരുന്നാ? നീ അതും പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കോ. ബാലു, അടുത്ത ഞായറാഴ്ച സുഷ്മയുടെ അനിയത്തിൻ്റെ കല്യാണമാണ്. ഒരു സാരി മേടിക്കണം. പിന്നെ ആ സമയത്ത് കുറച്ച് പൂവ് മേടിച്ചിട്ട് വരണം. ഒരു കാര്യം ചെയ്യാം, ഒരു വണ്ടി വിളി. ആദ്യം തമിഴ്നാട്ടിൽ പോവാം. കാഞ്ചീപുരത്ത് ചെന്ന് പട്ടുസാരി വാങ്ങിച്ച് തിരിച്ചു വരുമ്പോൾ തോവാള ഇറങ്ങി പൂക്കളും വാങ്ങിച്ച് നെയ്യാറ്റിങ്ങനെ ഇറങ്ങി അച്ഛനമ്മയും കണ്ടിട്ട് വരാം. എന്താ പറയണേ? പോവാടി, ഇപ്പൊ തന്നെ പോവാ. നീ വെറും പെണ്ണായി പോലടി. ഇവിടെ മനുഷ്യൻ പാതി വന്നിരിക്കുന്നു. അവക്ക് പട്ടുസാരി ചുറ്റി മുല്ലപ്പൂം ചൂടി കല്യാണത്തിന് പോകണം. നമുക്ക് നിർത്ത് ബാലു, അത് ഓവറാക്കല്ലേ. ആൾക്കാരെ കൂടുതൽ കാണുമ്പോൾ പരവേശം വേദനയൊക്കെ കൂടും. നിങ്ങൾ ഈ കൈ ഊതിക്കൊണ്ട് ഇവിടെ ഇരുന്നോ? എനിക്ക് അടുക്കളയെ കുറച്ച് പണിയുണ്ട്. മക്കളെ പോയിരുന്ന് പഠിച്ചേ. പോടി ശിവ, പോയിരുന്ന് പഠിക്കേ. മക്കളെ ചോടാ, എനിക്കറിയാം അച്ഛൻ അവസാനം നോക്കാൻ നീ മാത്രമേ കാണൂ കേട്ടാ.
അയ്യോ പറഞ്ഞത് തിരിച്ചെടുത്ത് പോ പോടാ സോറി സോറി പോ പോടാ